ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് വിടാൻ പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് ബാഗൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചു. പിള്ളേർ കാപ്പി കുടിക്കുന്നു. അവിടെയും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് അമ്മയുടെ തോട്ടത്തിൽ നിന്ന് കുറച്ചല്ല ഒരു വെള്ളരിക്കയുടെ പിഞ്ചുണ്ടല്ലോ, അത് പറിച്ചുകൊണ്ട് വന്നു. അത് നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ. ഞങ്ങൾ കഴിക്കണ കണ്ടപ്പോഴത്തേക്ക് പിള്ളേർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഒരാൾ കഴിച്ചു, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞാനും ചേട്ടനും മാത്രമേ ഇറങ്ങിയുള്ളൂ. പിള്ളേരങ്ങനെ അനങ്ങി നിൽക്കുകയാണ്. വേറൊന്നുമല്ല, കുറേ നേരം കൊണ്ട് പറയുന്നു പിന്നെ പോകാം, നാളെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇവിടുന്ന് പോകാൻ, കോട്ടയത്തേക്ക് പോകാൻ. പിന്നെ ഈ കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ വലിച്ച് വാരിക്കയറ്റി കാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരോടുമൊക്കെ യാത്ര പറഞ്ഞ് അമ്മൂമ്മേരെ നിന്ന് ഉമ്മയൊക്കെ വാങ്ങിച്ച് പിന്നെ പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിപ്സും മറ്റേ പോപ്കോണും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മൂമ്മയുടെ അടുത്തും പിള്ളേർ യാത്രയൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ ഞങ്ങൾക്കായിരുന്നാലും ഇവിടെ നിന്ന് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു മിസ്സിങ് ആണ്, എന്തോ ഒരു കുറവ് പോലെ. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എല്ലാവരുമൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അവിടുന്ന് പിന്നെ നേരെ പുന്നമൂട് മുറുക്ക് കടയിൽ കയറി കേട്ടോ. കുറച്ച് മുറുക്കും തക്കാളി മുറുക്കും കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കയറി സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ചേട്ടൻ്റെ ബാങ്കിൽ പോകണമായിരുന്നു. അങ്ങനെ ബാങ്കിലോട്ട് പോയി. ഇവിടെ നിറച്ച് കടകളാണ് കേട്ടോ, ഈ മുറുക്ക് കടകൾ. പുന്നമൂട് മുറുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശസ്തമാണ്. അങ്ങനെ ചേട്ടൻ ബാങ്കിലൊക്കെ പോയി നേരെ നിയമസഭാ മന്ദിരമൊക്കെ കണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ വന്നേ. അതൊക്കെ കണ്ടിട്ട് വെമ്പായം എത്തിയപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കടയിൽ കയറി ഊണൊക്കെ കഴിച്ചു. നല്ല ഊണായിരുന്നു കേട്ടോ, മീനൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല, നേരെ അങ്ങ് വീട്ടിൽ പോന്നു. ഒരുപാട് ലേറ്റായി കേട്ടോ ഇത്തവണ വീട്ടിലെത്തിയപ്പോഴത്തേക്ക്. 6 മണിയൊക്കെ ആയി വീട്ടിലെത്തിയപ്പോൾ. പിന്നെ നേരെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് പിന്നെ ഓർമ്മിച്ചത് പള്ളിയിൽ പെരുന്നാൾ നടക്കുന്ന കാര്യം. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം വീട്ടിനകത്തേക്ക് എടുത്ത് വെച്ചിട്ട് പള്ളിയിലേക്ക് ഇറങ്ങി കേട്ടോ. നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ വന്നപ്പോൾ കറക്റ്റ് സമയമായിരുന്നേ, പ്രദക്ഷിണം നടക്കുന്ന സമയമായിരുന്നു. പ്രദക്ഷിണം എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചെണ്ടമേളവും ഈ കൊടിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബാൻഡ് മേളവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചപ്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 3-4 ചപ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നിന്ന സ്ഥലത്ത് നല്ലോണം കാണാൻ പറ്റുന്ന സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ ചെണ്ടയൊക്കെ കുറേ നേരം അടിച്ചുകൊണ്ട് നിന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ നാട്ടിൽ നിന്ന് വന്ന ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറിക്കിട്ടി. ബാൻഡുകാരൊക്കെ മത്സരിച്ച് കൊട്ടുമായിരുന്നു കേട്ടോ. 2-3 ആൾക്കാരുണ്ടായിരുന്നു, അതായത് 2-3 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ മത്സരിച്ച് കൊട്ടുമായിരുന്നു ബാൻഡൊക്കെ. പിന്നെ അവിടുന്ന് ആ പള്ളിയൊക്കെ നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പല ഡിസൈനിലും പല കളറിലുമൊക്കെ ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് മാറി വന്നുകൊണ്ടിരുന്നു. പിന്നെ നേരെ നമ്മൾ ഒരു ബജിക്കടയിൽ കയറി മുട്ട ബജിയും കോളിഫ്ലവർ ബജിയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാത്രമായിരുന്നാലും ഇതേപോലത്തെ ഓർണമെൻറ്റ്സ് ഒക്കെ ആയിരുന്നാലും സ്നാക്സ് ആയിരുന്നാലും ഈ ടോയ്സ് ആയിരുന്നാലും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങ് നേരെ വീട്ടിൽ പോന്നു.